ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്, രാമേശ്വരവും മധുരയും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തൃശ്ശൂരിൽ നിന്ന് ഒരു പുലർച്ചെ 2:20 ട്രെയിനാണ് നമ്മൾ പോയത്. അമൃത എക്സ്പ്രസ് ആണ്. അപ്പോൾ മധുരയിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എത്തും. നമ്മളിപ്പോൾ മോർണിംഗ് പളനിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ടൈമിൽ നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ മധുരയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടൈം തന്നെയാണ്, ഡിലേ ഒന്നും ആയിട്ടില്ല. മധുര വരെ ട്രെയിനിൽ വന്നിട്ട് പിന്നെ അവിടുന്ന് നമ്മളൊരു ഇന്നോവയിലാണ് ധനുഷ്കോടി, രാമേശ്വരം അങ്ങനെ ബാക്കി എല്ലായിടം പോകാനുള്ളതൊക്കെ പോയത്. കൺസിഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാവൽസാണിത്. നമ്മൾ പക്ഷേ ഒരു ട്രാവൽസിനെ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിളിച്ചതല്ല. നമുക്കറിയാവുന്ന ഒരു ചേട്ടനാണ്, അവർക്കിവിടെ ട്രാവൽസാണ് ഉള്ളത്. അപ്പോൾ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഇവർ പിക്ക് ആൻഡ് ഡ്രോപ്പും ഒക്കെ ലോങ് ആയിട്ടൊക്കെ പാക്കേജൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്പർ കൊടുക്കാം, ആവശ്യമുള്ളവർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ശ്രീ ശബരീസ് എന്ന് പറഞ്ഞിട്ടുള്ള മധുരയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നമ്മളെല്ലാവരും മസാല ദോശ തന്നെയാണ് പറഞ്ഞത്. ഇവിടുത്തെ ചട്നി ഒക്കെ 2-3 ടൈപ്പ് ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആദ്യം നേരെ പോകുന്നത് ധനുഷ്കോടിക്കാണ്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നവഗ്രഹ പാശാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലത്തിൽ നമ്മൾ കയറി. തമിഴ്നാട്ടിലെ രാമനാഥപുരം ഡിസ്ട്രിക്റ്റിലെ ദേവിപട്ടിനം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ടെമ്പിൾ ഉള്ളത്. രാവണനിൽ നിന്ന് സീതയെ മോചിപ്പിക്കാൻ രാമൻ ലങ്കയിലോട്ട് പോകുന്ന വഴി നവഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് വേണ്ടി ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഈ നവഗ്രഹങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. മധുരയിൽ നിന്ന് ഒരു 3-3.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് ധനുഷ്കോടിയിലേക്ക്. നമ്മൾ ഇനി നേരെ ധനുഷ്കോടിക്കാണ് പോകുന്നത്. ഈ കാണുന്ന തീവണ്ടി പാലമാണ് പാമ്പൻ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ കടൽ പാലമാണിത്. കപ്പലുകൾക്ക് കടന്നു പോകാൻ വേണ്ടി പകുത്തു മാറാൻ കഴിയുന്ന രീതിയിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. പോകുന്ന വഴിയിൽ തന്നെയാണ് APJ അബ്ദുൽ കലാം മെമ്മോറിയൽ വരുന്നത്. നമ്മളപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല. പിന്നെ നമ്മളവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനാണ് കയറിയത്. അമ്മയും അച്ഛനും എല്ലാം നോർമൽ മീൽസാണ് പറഞ്ഞത്. അപ്പു തൈര് സാദവും ഞാൻ സാമ്പാർ സാദവുമാണ് പറഞ്ഞത്. ഫുഡൊക്കെ നല്ലതായിരുന്നു. ഒരു കാലത്ത് വളരെ തിരക്കേറിയ നഗരമായിരുന്നു ധനുഷ്കോടി. 1961 വന്ന ചുഴലിക്കാറ്റിന് ശേഷമാണ് ഈ നഗരമാകെ നശിച്ചു പോയത്. ഇന്നും അധികം ആൾതാമസമൊന്നുമില്ലാത്ത ഒരു പ്രേതനഗരമായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. അന്നുണ്ടായിരുന്ന സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ പ്രധാനമായും രാമസേതു വ്യൂ പോയിൻറ്റും പിന്നെ ബീച്ചുമാണ് കാണാനുള്ളത്. ഇപ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ട്. നമ്മൾ നടക്കുമ്പോൾ പിന്നാക്കം പോണ രീതിയിൽ അത്രയ്ക്കും നല്ല കാറ്റാണുള്ളത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഗോലി സോഡ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. ലെമണും ബ്ലൂബെറി ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ വന്നാൽ പിന്നെയുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ഫിഷാണ്. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് അമ്പലത്തിലൊക്കെ പോകാനുള്ള കാരണം നമ്മളത് കഴിച്ചില്ല. അടുത്തത് നമ്മൾ വന്നത് ഈ രാമസേതു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ പ്രിൻ്റ് ചെയ്ത് കിട്ടുമായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു അവിടുന്ന്. പിന്നെ നമ്മളൊരു കുൽഫി മേടിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ രാമേശ്വരം അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് റൂം എടുക്കാനാണ് പോയത്. നമുക്ക് അടുത്തായിട്ട് തന്നെ റൂം വേണമായിരുന്നു. കാരണം നമുക്ക് പുലർച്ചെ എഴുന്നേറ്റിട്ട് ദമ്പതി സ്നാനം എന്ന് പറഞ്ഞിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തായിട്ട് തന്നെയാണ് റൂം എടുത്തത്. അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ തൊട്ടടുത്തായിട്ട് തന്നെയുള്ള വൈശാഖൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. റൂമൊക്കെ നല്ല റൂമായിരുന്നു. നമ്മൾ പിന്നെ വേഗം തന്നെ ഫ്രഷായിട്ട് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയി. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിലായിട്ട് തന്നെ ബീച്ചാണ്. അപ്പോൾ ബീച്ചിൻ്റെ അവിടെ കുറേ നേരം പോയി ഇരുന്നു. ബദാം മിൽക്ക് നല്ലത് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ ബദാം മിൽക്ക് കുടിക്കാൻ വേണ്ടി പോവാണ് ഇനി.
കിഴക്കേനടയിലുള്ള ലക്ഷ്മി വിലാസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നർ പാഴ്സൽ മേടിക്കുകയാണ് ചെയ്തത്. എല്ലാവരും ഒരുവിധം ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.